ഡിബേറ്റ് തുടരുകയാണ്. അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ, ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, താൽക്കാലിക ജീവനക്കാരുടെ നിയമനം അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെക്കാൾ കാര്യക്ഷമമായും ഒപ്പം തന്നെ സാമ്പത്തികമായി ലാഭത്തിലും പെർമനൻ്റ് ജീവനക്കാരെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു സാമാന്യ രീതിയിൽ സാമാന്യ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. പക്ഷേ ഓക്കെ, ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതയോ അല്ലെങ്കിൽ അവരുടെ ചാൻസിനെയോ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതില്ല. പക്ഷേ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ സാഹചര്യമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്തുകൊണ്ട് തിടുക്കത്തിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നു? അതിനൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞത് സർക്കാരുകൾക്ക് നൽകുന്ന ഫണ്ടാണ്. ഇപ്പോൾ 1000 കോടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാരിനായി നൽകിയിരിക്കുന്നത് ഈ മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് 1 കോടി രൂപയാണ് ഈ ഒരു വിഷയത്തിൽ 1 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് 5 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ക്ഷേത്ര ഫണ്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവനയായും മറ്റും നൽകാൻ സാധിക്കുമോ? അതുമായി ബന്ധപ്പെട്ട് ചില കോടതി തടസ്സങ്ങളുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഒരു കാരണവശാലും temple funds should not be used for secular purposes. Temple funds, ടെമ്പിളിൻ്റെ ഏർജൻറ്റ് നീഡ് വന്നാൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കേരള ഹൈക്കോർട്ടിലെ ഫുൾ ബെഞ്ച് റൂളിംഗ് ഉണ്ട്, സുപ്രീം കോർട്ടിലെ റൂളിംഗ് വരെ ഉണ്ട്, കൺഫേം ചെയ്തു. ടെമ്പിൾ ഫണ്ട് എടുത്ത് സെക്യുലർ പർപ്പസസിലേക്ക് ഉപയോഗിക്കുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ ആ ടൈമിലുള്ള പോളിസി വെച്ചിട്ടുണ്ടാകും. ഇത് നമ്മൾ എപ്പോഴും ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ചാലഞ്ച് ചെയ്തൊക്കെ ഹൈക്കോർട്ട് നമ്മളെ ഫേവറബിളായിട്ട് നിൽക്കുകയും ചെയ്യും. ടെമ്പിളിലെ ഫണ്ട് അതിൻ്റെ ഡിവോട്ടീസ് കൊടുക്കുന്നു. ഡിവോട്ടീസും ടെമ്പിളും തമ്മിലുള്ള കണക്ഷൻ സെക്യുലർ അല്ല, ഇറ്റ് ഇസ് പ്യോർലി റിലീജിയസ്. അങ്ങനെയുള്ള റിലീജിയസ് ഫണ്ട്സ് കൊണ്ട് ഒരു സെക്യുലർ ആണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അതെങ്ങനെ എടുത്തിട്ട് സെക്യുലർ പർപ്പസസിന് ഉപയോഗിക്കും? ഇതെല്ലാം പോട്ടെ, ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസ് ആണ് ഉള്ളത്. ലോകത്തിൽ എവിടെയും നിയമം തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓർക്കണം, ഏതെങ്കിലും ഒരു സമയത്ത് ലോ സ്റ്റോപ്പ് ചെയ്തത് നമുക്ക് നമ്മളെ അറിവിലുണ്ടോ? ഞാൻ 50 കൊല്ലം ഈ പരിപാടി തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ലോ സ്റ്റോപ്പ് ചെയ്ത് വെച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ പോവാൻ നീ വരേണ്ട ആവശ്യമില്ല, സകല സ്റ്റേ ഓർഡറും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് കോർട്ട് പറയുന്നു. കോർട്ടിൽ പോവാൻ യാതൊരു വഴിയുമില്ല, ലോ തന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു ഈ എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസിൽ. ഇതൊരു സാധാരണ കാര്യമാണ്. നമ്മളെ കുറച്ച് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ട് അത് ദേവസ്വത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. എന്താണ് ദേവസ്വത്തിൻ്റെ ആവശ്യം? എവറി ടെമ്പിൾ ഹാസ് ബീൻ ക്ലോസ്ഡ് ഡൗൺ. എറണാകുളത്തപ്പൻ ക്ഷേത്രം ഉള്ള 3 മെയിൻ ഗേറ്റ്സും ലോക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. എറണാകുളത്തുള്ള സകല ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾസും പൂട്ടിയിരിക്കുകയാണ്. അതിലകത്ത് നിന്ന് അത്യാവശ്യമുള്ള പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇവർക്ക് എംപ്ലോയീസ്? ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഇന്ന് മിസ്റ്റർ വിജയകുമാർ പറഞ്ഞേ തീരൂ. അതാണ് അത് ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ വിജയകുമാർ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ല അമ്പലങ്ങളിൽ. ക്ഷേത്രങ്ങൾ 1250 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. അവിടത്തേക്കൊക്കെ തന്നെയുള്ള വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ശബരിമലയാണ്. അപ്പോൾ ശബരിമല അടക്കം ഇപ്പോൾ ഭക്തർക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒന്നും നടക്കുന്നില്ല, പിന്നെന്തിനാണ് ഈ നിയമനം എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? ഈ ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പാണ് നിയമനത്തിന് വേണ്ടി അഡ്വൈസ് ഫോം അയച്ചത്. അത് അഡ്വൈസ് ഫോം അയച്ചത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. ആ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ PSC അഡ്വൈസ് ഫോം അയച്ചു കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ നിയമനം നടത്തേണ്ടത് നിയമനം നടത്തിയേ പറ്റൂ. അത് ഇപ്പോൾ നമ്മൾ നിയമനം തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഈ 42 പേർക്കും അഡ്വൈസ് ഫോം കൊടുത്തവർക്ക് നിയമനം കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അവർ കോടതിയിൽ പോവും. ബഹുമാനപ്പെട്ട വക്കീലിന് തന്നെ അറിയാമല്ലോ, അവർ കോടതിയിൽ പോയി നിയമനം കൊടുക്കാൻ കോടതി പറയും, യാതൊരു സംശയവുമില്ല. വേണമെങ്കിൽ അങ്ങനെ ഒരാൾ കോടതിയിൽ പോയി നിയമനത്തിന് ഉത്തരവ് വാങ്ങിക്കൊണ്ട് വരുന്നവരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പക്ഷേ നിയമം അനുസരിച്ച് അഡ്വൈസ് ഫോം അയച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനകത്ത് നിയമനം ഉദ്യോഗാർത്ഥിക്ക് കിട്ടേണ്ട റൈറ്റ് ഉണ്ട്. എന്നായിരുന്നു അഡ്വൈസ് മെമ്മോ അയച്ചത്? അഡ്വൈസ് ഫോം കോവിഡ് വരുന്നതിന് മുമ്പാണ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അയച്ചത്.
നിയമനം നമ്മൾ നടത്തിയിട്ടില്ല. നിയമനം നടത്താൻ നമ്മൾ ബാധ്യസ്ഥമാണ്. ഓക്കെ. മറ്റൊന്ന്, നിയമപരമായി ക്ഷേത്ര ഫണ്ട് ക്ഷേത്ര കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട് ഇത്തരത്തിൽ വകമാറ്റി അല്ലെങ്കിൽ സർക്കാരിലേക്ക് കൊടുക്കുന്നു? ഇപ്പോൾ ക്ഷേത്രത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നേരത്തെ ബഡ്ജറ്റ് വകമാറ്റി 100 കോടി രൂപ വകമാറ്റി 30 കോടി രൂപ തന്നല്ലോ. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതുകൂടി അംഗീകരിക്കണം. ഇത് അങ്ങനെ തരുമ്പോൾ നിയമത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ട് അങ്ങനെ ഗവൺമെൻറ് സഹായിക്കുമ്പോൾ ഒരു മഹാമാരി വരുന്നു. മഹാമാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൊച്ചുകുട്ടികളടക്കം അവരെ കൊടുക്കുകയില്ല, കാശ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന ഒരു അവസരത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് ഈ മഹാമാരിയെ തുരത്തുന്നതിന് വേണ്ടി, ഈ മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. എല്ലാ വകുപ്പുകളോടും ആവശ്യപ്പെട്ടത് എന്താണ്? 1 മാസത്തെ ശമ്പളമാണ്. 1 മാസം കൊടുക്കണമെങ്കിൽ 30 കോടി രൂപ നമ്മൾ കൊടുക്കണം. നമ്മൾ 1 കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ. ആ 1 കോടി രൂപ കൊടുത്ത നമ്മൾ തന്നെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, നമ്മളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ 10 കോടി രൂപ ഇന്ന് ധനകാര്യമന്ത്രി അനുവദിക്കുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 കോടി രൂപ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അനുവദിച്ചത്. അപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. ഞാൻ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നല്ല പറഞ്ഞത്, ശമ്പളം കൊടുക്കേണ്ട തുക ഞങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ ദേവസ്വം ബോർഡിന് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഇത്രയും 45 ദിവസം അടച്ചിടുമ്പോൾ സാമ്പത്തിക ബാധ്യത സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഈ പ്രളയകാലത്ത് നമ്മൾ ഓരോ കോടി രൂപ 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് 5 കോടി രൂപ അന്നും കൊടുത്തിട്ടുണ്ട്. എന്തേ വക്കീല് ചോദ്യം ചെയ്യാത്തത് കോടതിയിൽ? അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് വീണ്ടും കൊടുത്തത്. അപ്പോൾ ഇത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും അത് കൊടുക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം അനുസരിച്ച് കൊടുത്തതാണ്. അതാണ് പറഞ്ഞത്. അതാണ് അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. പ്രളയകാലത്തും കൊടുത്തല്ലോ. പ്രളയകാലത്ത് 1 കോടി രൂപ കൊടുത്തല്ലോ. 2018 ഗുരുവായൂർ ദേവസ്വം ബോർഡിന് 5 കോടി രൂപ അന്നും കൊടുത്തല്ലോ. അത് കൊടുക്കുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ്, ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മാനവധർമ്മം തന്നെയാണ് മാധവധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും മാധവ ധർമ്മം അംഗീകരിക്കുന്നതിൽ സന്തോഷം. അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ, ഈ ഒരു വിഷയത്തിൽ മാനുഷിക പരിഗണന, സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനെ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കോവിഡ് വരുന്നതിനെക്കാട്ടും മുമ്പിലുമാണ് ഈ ആപ്ലിക്കേഷൻ ഇവർ കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് പുള്ളിയുടെ സ്റ്റാൻഡ്. അതെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കോവിഡ് വന്നതിന് ശേഷം, ഇത് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയതിനു ശേഷം ഏത് കോടതിയിലാണ് ഇദ്ദേഹം ചാലഞ്ച് ചെയ്യണമെന്ന് പറയുന്നത്? ഇപ്പൊ കോടതിയിൽ അഥവാ കോടതിയിൽ ചാലഞ്ച് ചെയ്താൽ അതിന് നോട്ടീസ് അയച്ച് റെസ്പോണ്ടൻസ് ഹാജരായി വാദം കഴിഞ്ഞു. ആ വാദം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 വർഷം എടുക്കുമോ മിനിമം. ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയലാക്കി അതിലൊരു ബെനിഫിറ്റ് കിട്ടാൻ ഒരു മിനിമം 8-9 months എടുക്കൂലേ, ഫാസ്റ്റസ്റ്റ് ആയാലും. പിന്നെ ഇങ്ങനൊരു സാഹചര്യം വന്ന അവസ്ഥയിൽ അന്ന് കൊടുത്ത ആപ്ലിക്കേഷനാണ് അതൊക്കെ നമ്മൾ ഇന്ന് അപ്രൂവ് ചെയ്തതെന്ന് പറയുന്നത് ശരിയല്ല വിജയകുമാർ. രണ്ടാമതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഡൊണേഷനായിട്ട് കൊടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ഡെലിബറേറ്റ് ആയിട്ട് ആൾക്കാർ കഷ്ടപ്പെടുന്നതെന്ന് കണ്ണുകൊണ്ട് ഒരു ഹിന്ദു പ്രിൻസിപ്പിളാണ്. ഈ ലോകം മുഴുവനും നമ്മുടെ തറവാടാണ്. അങ്ങനെ ഒരു രീതിയിൽ കൊടുത്തതെന്ന് വെച്ചോ. അന്ന് കോർട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടില്ല എന്നും ശരിയാണ്. ചാലഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വസുധൈവ കുടുംബകം എന്നാണ്. വസുധൈവ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾ മാത്രമല്ല, ജീവനുള്ള സാധനങ്ങൾ മുഴുവനും നമ്മുടെ കുടുംബം എന്നാണ് അദ്വൈത ഫിലോസഫിയുടെ ബേസിസ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് ചില ആൾക്കാരെ ചില പോസ്റ്റിൽ തള്ളി കയറ്റി വിട്ടാൽ അവരെ കൊണ്ട് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഉപയോഗിച്ചിട്ട് ഈ ദേവസ്വം ബോർഡ്സ് ഡിസ്ട്രോയ് ചെയ്യേണ്ട ഒരു ഡെലിബറേറ്റ് മൂവാണ്. അങ്ങനെയാണ് ഇത് കാണേണ്ടത്.
ഇപ്പൊ കോർട്ടിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റൂല എന്ന് അറിഞ്ഞും കൊണ്ട് ഇത് ഇവർ പുതിയതായി തുടങ്ങിയെന്നല്ല കേട്ടോ. ഈസ്റ്റ് ജർമ്മനിയിൽ, വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനി ഉണ്ടായിരുന്ന കാലത്ത് ഈസ്റ്റ് ജർമ്മൻ ചേർച്ചില് ആർച്ച് ബിഷപ്പ് ആ നാട്ടിലെ കോമ്യൂണിസ്റ്റ് ചീഫാണ്. ഇത് ഡെലിബറേറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഇവരുടെ ട്രഡിഷനാണത്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ ട്രഡിഷനാണ്. ഏത് പോസ്റ്റിലാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പവേഴ്സ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പോസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് തിങ്കിങ് ഉള്ള ആൾക്കാരെ കുത്തിക്കയറ്റുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ സ്ട്രെസ് ചെയ്തതിന് ശ്രീ വിജയകുമാറിന് ഉത്തരം ഇതുവരെ പറയാത്തതാണ്. വാട്ട് ഈസ് ദി എമർജൻസി നൗ ടു റിക്രൂട്ട് ദീസ് പീപ്പിൾ ഫോർ ദീസ് പോസ്റ്റ്? ഒരു ഉത്തരം അദ്ദേഹം തന്നിരിക്കുന്നത്, ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് കോവിഡ് വരുന്നതിനെക്കാട്ടും മുമ്പിൽ. അതുകൊണ്ടാണ് കൊടുക്കാൻ പാടില്ലാത്തത്. അന്നുള്ള സാഹചര്യമല്ല ഇന്നുള്ളത്. എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നത് എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസസിന് സുപ്രീം കോർട്ടിന് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു അതോറിറ്റിക്ക് സ്പെഷ്യൽ പവർ ഇല്ല. അത് ശ്രദ്ധിക്കണം. ഇത് ലീഗൽ പോയിന്റ് ആയിട്ട് ഞാൻ പറയാം. പിന്നെ ദേവസ്വത്തിന്റെ ഫണ്ട് എടുത്തിട്ട് കൊടുക്കാൻ ദേവസ്വം സ്വന്തം മനസ്സുകൊണ്ട് കൊടുക്കുകയല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് ദേവസ്വത്തിന്റെ ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെ ചെലവാക്കാനുള്ള അധികാരം എവിടെയും ഇല്ല. ദേവസ്വം ബോർഡ്സിൽ 4 ആക്ട് ഉണ്ട് കേരളത്തിൽ. ഈ ആക്ടിൽ പറയുന്നത് the committee will administer the temple according to ancient usage എന്നാണ് പറയുന്നത്. ഏൻഷ്യന്റ് യൂസേജിൽ പറഞ്ഞിട്ടുണ്ടോ കാശ് എടുത്തിട്ട് ഇങ്ങനെ സെക്യുലർ പർപ്പസസിന് കൊടുക്കാന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്ത് വെച്ചും കൊണ്ടാണ് ഈ ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാകും. ഇപ്പൊ നമ്മളെ കൈ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് ഉപയോഗിച്ചും കൊണ്ട് കഴിയുന്നതും ഇവരെ റാങ്ക് ആൻഡ് ഫയലിനെ തള്ളിക്കയറ്റണം, ദേവസ്വംസ് ഡിസ്ട്രോയ് ചെയ്യാൻ. ആകെ ഇന്നൊരു നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള ടെമ്പിൾസിലാണ്. തിരുപ്പതി എല്ലാം ഈ ടെമ്പിൾസിലാണ്. ആ ടെമ്പിൾസിൽ എങ്ങനെയാണ് കയറി അവിടെ കൈയിടേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഈ സോ കോൾഡ് സെക്യുലർ ഫോഴ്സസ്. ഒരു കാരണവശാൽ അത് ഹിന്ദുക്കൾ അനുഭവിക്കരുത്, അത് സമ്മതിക്കരുത്. എവിടെ വെച്ച് വേണമെങ്കിൽ അത് ഒപ്പോസ് ചെയ്യണം. കോടതിയിലോ വേണമെങ്കിൽ ഡയറക്റ്റ് ആജിറ്റേഷനിലോ കൂടി അത് ഒപ്പോസ് ചെയ്യണം. ദിസ് എഫക്ട് ടു സബ്ജുഗേറ്റ് ഹിന്ദു ടെമ്പിൾസ് ബൈ ദ യൂസ് ഓഫ് സെക്യുലർ ഫോഴ്സസ്. ഇതാണ് എനിക്ക് പറയാം. യെസ്, ശ്രീ ആർ വി ബാബു, അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരത് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഇപ്പോഴത്തെ അടിയന്തര ഘട്ടം? ഈ അസാധാരണ സാഹചര്യത്തിൽ നിയമനം നടത്തേണ്ട ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര ഘട്ടമുണ്ടോ? ഏതെങ്കിലും വലിയ ജോലി ചെയ്തു തീർക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഒട്ടേറെ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ട സാഹചര്യം ദേവസ്വം ബോർഡിനുണ്ടോ എന്നുള്ളതെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ അഡ്വൈസ് മെമ്മോ അയച്ചു എന്നുള്ളതാണ്. ആ അഡ്വൈസ് മെമ്മോ അയച്ചതിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ഒട്ടേറെ മാറി. സർക്കാരിൻ്റെ പ്രവർത്തനത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ മാറ്റത്തിനനുസരിച്ച് മാറിക്കൂടെ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നതാണ്. 2, സർക്കാർ ഈ ദേവസ്വം ബോർഡ് ഫണ്ടിൻ്റെ ചെലവഴിക്കുന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു മാർഗരേഖയും ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഭക്തർ കാണിക്കയിടരുത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതൊക്കെ കണ്ടാണ് വരുമാനം കുറഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു ആർഗ്യുമെൻ്റായി ശ്രീ വിജയകുമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒട്ടേറെ ആരോപണങ്ങളിൽ ചിലതിനൊന്നും തന്നെ കൃത്യമായ മറുപടിയും ലഭിച്ചിട്ടില്ല. എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ദേവസ്വത്തിൽ ക്ഷേത്രങ്ങളിൽ പണം ഇടരുത് എന്ന് ഭക്തജനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സർക്കാരും ദേവസ്വം ബോർഡുമാണ്. രാത്രിക്ക് രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ആചാരങ്ങൾ ലംഘിച്ച് ശബരിമലയിൽ ആൺവേഷത്തിലോ പെൺവേഷത്തിലോ അല്ലാതെ ഒക്കെ ആയിട്ട് ഒളിച്ചും പതുങ്ങിയൊക്കെ ആയിട്ട് ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് നടത്തിയ നടപടിക്രമങ്ങൾക്കെതിരായിട്ട് ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. കാണിക്ക അവർ സമർപ്പിക്കാതിരുന്നിട്ടുണ്ട്. അതൊക്കെ ദേവസ്വം ബോർഡും സർക്കാരും വരുത്തിവെച്ച നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഭക്തജനങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സ്വയം കൃതാനർത്ഥം എന്നേ പറയേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ ഓവർകം ചെയ്യും, ഞങ്ങൾ 100 കോടി രൂപ തരും എന്നൊക്കെ അന്ന്
സർക്കാർ പറഞ്ഞത്. ആ 100 കോടി രൂപയുടെ കഥയാണ് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിൽ 10 കോടി റുപ്യ ഇപ്പൊ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ആശ്വാസത്തോടു കൂടി വിജയകുമാർ പറയുകയാണ് സർക്കാർ ഞങ്ങളെ സഹായിക്കുകയാണെന്ന്. വിജയകുമാറെ, സർക്കാർ നിങ്ങളെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ക്ഷേത്രങ്ങളെ കൈ അയച്ച് സഹായിക്കാൻ കേരളത്തിലെ സർക്കാർ ബാധ്യസ്ഥരാണ്. അതിൻ്റെ ചരിത്രം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 10-200 വർഷം പുറകോട്ട് പോകണം വിജയകുമാറെ. 200 വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ സർക്കാർ ഏറ്റെടുത്തു 1811. അങ്ങനെ ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുകയും ക്ഷേത്ര സ്വത്തും റവന്യൂ സ്വത്തും കൂടിക്കലർന്ന് അത് ഏതാണ് അതിലെ ക്ഷേത്ര സ്വത്ത് എന്ന് തിരിച്ചറിയാതെ വന്ന സമയത്താണ് 1920 ദേവസ്വം വകുപ്പ് തന്നെ ഉണ്ടാവുന്നത്. അന്നാണ് യഥാർത്ഥത്തിൽ ഈ ദേവസ്വത്തിൻ്റെ ക്ഷേത്ര സ്വത്തുക്കൾ ഏറ്റെടുത്തതിന് എന്തെങ്കിലും നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1920 മുതലാണ് ക്ഷേത്രങ്ങൾക്ക് ഈ വാർഷികാശനം കൊടുത്തു തുടങ്ങിയത്. അത് കവനന്റിൽ വ്യവസ്ഥയാക്കി. അതിനുശേഷം ഇപ്പോൾ അത് 80 ലക്ഷം രൂപയായിട്ട് മാറി. ഞങ്ങൾ പറയുന്നത് 80 ലക്ഷം രൂപ തന്നാൽ പോരാ ദേവസ്വം ബോർഡിനെന്നാണ്. ഈ കേരള സർക്കാർ യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾക്ക് വരുത്തിയ നഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് 50 കോടി രൂപയെങ്കിലും ദേവസ്വം ബോർഡിന് നൽകണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് ഞങ്ങൾ അവകാശ പത്രികയായിട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിജയകുമാർ ആദ്യം മനസ്സിലാക്കേണ്ടത്, സർക്കാർ നിങ്ങൾക്ക് തരുന്നതൊന്നും ഔദാര്യമല്ല. ക്ഷേത്ര സ്വത്ത് ഏറ്റെടുത്തതിന് പകരമായിട്ട് ക്ഷേത്രങ്ങൾക്ക് സംഭവിച്ച നഷ്ടം കണക്കിലെടുത്തുകൊണ്ട് നൽകുന്ന ഒരു വാർഷികാശനമാണ്. അത് ക്ഷേത്രങ്ങളുടെ അവകാശമാണ്. ഇത് കിട്ടിയാൽ പോരാ, ഇതിൽ എത്രയോ ഇരട്ടി കിട്ടേണ്ടതാണ് എന്നാണ് വിജയകുമാറിനെ പോലുള്ളവർ പറയേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. 10 കോടി രൂപ തന്നു, ഞങ്ങൾക്ക് 100 കോടി രൂപയുടെ പാക്കേജ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളുമ്പോൾ വിജയകുമാറെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ശബരിമല സീസൺ കാലം മാത്രം പരിഗണിച്ചാൽ നമ്മുടെ 2006 അന്നത്തെ ദേവസ്വം മന്ത്രി സുധാകരൻ തന്നെ അന്ന് പറയുകയുണ്ടായി. 2006 അദ്ദേഹം പറഞ്ഞു ഈ ശബരിമല സീസൺ കാലത്ത് മാത്രം സർക്കാരിലേക്ക് വന്നെത്തുന്നത് 10,000 കോടി രൂപയോളമാണ് നികുതി ഇനത്തിൽ. ആരുടെ കയ്യിൽ നിന്ന്? ഈ ശബരിമല തീർത്ഥാടകരുടെ കയ്യിൽ നിന്ന് 10,000 കോടി രൂപയോളം എത്തുന്നു. അതുകൊണ്ട് ക്ഷേത്ര ജീവനക്കാരുടെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടി മാന്യമായിട്ട് ഈ ഭക്തജനങ്ങളോട് തീർത്ഥാടകരോട് പെരുമാറണം എന്ന് ഉപദേശിച്ചത് ദേവസ്വം മന്ത്രി ജി സുധാകരനാണ്. അപ്പോൾ ഈ വെറുതെ നിങ്ങൾക്ക് 100 കോടി രൂപ 10 കോടി രൂപ 20 കോടി രൂപ തരിക അത് ഔദാര്യമല്ല. ഈ ദേവസ്വം ബോർഡിന് ശബരിമല തീർത്ഥാടനത്തിലൂടെയൊക്കെ സർക്കാരിലേക്ക് കോടികൾ, ആയിരക്കണക്കിന് കോടി രൂപയാണ് നികുതി ഇനത്തിൽ ഈ തീർത്ഥാടകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയും വിജയകുമാർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ അതൊരു കാര്യം. ഇനി 2, ഇങ്ങനെ ദേവസ്വം ഫണ്ട് ഇങ്ങനെ യഥേഷ്ടം കൊടുക്കാമോ? കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നിയമമാണ് വിജയകുമാറെ. നിങ്ങൾക്കറിയാം 1978 ദേവസ്വം ആക്ട് ഉണ്ട്, ഗുരുവായൂർ ദേവസ്വം ആക്ട്. 1971 ഗുരുവായൂർ ദേവസ്വം നിലവിൽ വരുന്നത്. 71 നിയമത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിലെ പണം ഇങ്ങനെ പല കാര്യങ്ങൾക്കും വിനിയോഗിക്കാം എന്ന ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 73 ലക്ഷം വീട് പദ്ധതിക്ക് 2 ലക്ഷം രൂപ സംഭാവന നൽകി ഗുരുവായൂർ ദേവസ്വം. അത് ചോദ്യം ചെയ്തുകൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. ആ ഹർജിയാണ് 1978 ആക്ടിന് നിദാനം. 1978 ആ ഹർജി തീർപ്പാക്കിയത് 5 അംഗ ബെഞ്ചാണ്, 5 പേരുടെ ബെഞ്ചാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ലിയോ കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? തുടർന്നോളൂ. പറയാം. ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം ശ്രീ ആർ വി ബാബു. കട്ടായി കേട്ടോ. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ജനറൽ ഡിബേറ്റിലേക്ക്. ജനറൽ ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ ആർ വി ബാബു, അങ്ങേ കേൾക്കാമോ ഇപ്പോൾ? കേൾക്കാം. പറഞ്ഞ് അവസാനിപ്പിക്കാം അങ്ങയുടെ പോയിന്റ്. ഹലോ, പറഞ്ഞോളൂ അങ്ങയുടെ പോയിന്റ്. ഞാൻ പറഞ്ഞത് 1978 ഈ ക്ലോസ് ചോദ്യം ചെയ്തുകൊണ്ട്, ആ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ നൽകിയിട്ടുള്ള ഹർജി തീർപ്പാക്കിക്കൊണ്ട് ആ ജഡ്ജ്മെന്റ് വന്നത് വളരെ കൃത്യമാണ്. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ക്ഷേത്ര കാര്യങ്ങൾക്കല്ലാതെ ക്ഷേത്രേതര കാര്യങ്ങൾക്ക് പണം സർക്കാരിന്റെ നിർദ്ദേശാനുസരണോ അല്ലെങ്കിൽ കമ്മിറ്റിക്കോ സ്വമേധയാ ചെലവാക്കാൻ അവകാശമില്ല. അതിനെ തുടർന്നാണ് 1978 ആക്ട് ഉണ്ടായത്. ആ ആക്ടില് സെക്ഷൻ 10, സെക്ഷൻ 11, അതേപോലെ സെക്ഷൻ 27 ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു കാരണവശാലും ക്ഷേത്രത്തിന്റെ ഫണ്ട് എടുത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം ശ്രീ വിജയകുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
1994 അവിടെ വീണ്ടും ഇതുപോലുള്ള ചില സംഭവങ്ങൾ നടന്നു. ആ സംഭവങ്ങൾ എന്താണെന്നറിയാമോ? ക്ഷേത്ര ഫണ്ടിൽ നിന്ന് നമ്മുടെ ഫെഡറേഷൻ ഫുട്ബോളിന് 50,000 രൂപ, ഫെഡറേഷൻ കപ്പ് ഫുട്ബോളിന് 50,000 രൂപ, സാക്ഷരതാ മിഷന് കാശ് കൊടുക്കുക, അതേപോലുള്ള ചില കാര്യങ്ങൾക്ക് പൈസ കൊടുത്തപ്പോൾ അത് ചോദ്യം ചെയ്തു. CK രാജൻ വേഴ്സസ് ഗവൺമെന്റ് ഗുരുവായൂർ ദേവസ്വം എന്ന കേസ് വന്നു. ആ കേസിൽ ജസ്റ്റിസ് പരിപൂർണൻ കൃത്യമായിട്ട് വിധി പറഞ്ഞു, ഒരു കാരണവശാലും ദേവസ്വം ഫണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കാൻ പാടില്ല. ക്ഷേത്ര കാര്യങ്ങൾക്ക്, ക്ഷേത്രത്തിന്റെ സംബന്ധമായ ക്ഷേത്രത്തിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾക്കല്ലാതെ ഫണ്ട് ചെലവാക്കാൻ പാടില്ല. 2008 ജസ്റ്റിസ് രാമന്റെ വിധിയുണ്ട്, ക്ഷേത്ര കാര്യങ്ങൾക്കല്ലാതെ ഈ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ നിരവധി കോടതി വിധികൾ നിലനിൽക്കുമ്പോഴാണ് ആ കോടതി വിധിയൊക്കെ ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രളയ ഫണ്ടിന് 5 കോടി രൂപ കൊടുത്തത്. ആ കേസും ഹൈക്കോടതിയുടെ ബെഞ്ചിൽ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും വിജയകുമാർ മനസ്സിലാക്കണം, ആ കേസും തീർപ്പായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ലീഗലി ഒരു ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഏകപക്ഷീയമായിട്ട്, അതും നമുക്കറിയാം ദേവസ്വം ആക്ട് അനുസരിച്ച് മാനേജിംഗ് കമ്മിറ്റിയിൽ ചുരുങ്ങിയത് 4 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ ദേവസ്വം കമ്മിറ്റി ചെയർമാനും ദേവസ്വം കമ്മിറ്റിയുടെ ജീവനക്കാരുടെ പ്രതിനിധി ഒരു പ്രശാന്തും, ഇവർ 2 പേരും മാത്രമേ മീറ്റിംഗിൽ ഉണ്ടായുള്ളൂ. അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായി, പക്ഷേ അഡ്മിനിസ്ട്രേറ്റർ ഈ കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്കല്ല പങ്കെടുക്കുന്നത്. ഈ വെറും 2 പേര് മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ്. ചുരുങ്ങിയത് 4 പേരെങ്കിലും വേണം. ഞങ്ങൾ ടെലികോൺഫറൻസ് നടത്തി എന്നാ പറയുന്നത്. ടെലികോൺഫറൻസ് നടത്തിയിട്ട് ഇത്തരത്തിൽ 5 കോടി രൂപ കൊടുക്കാൻ തീരുമാനിക്കാൻ എന്ത് എമർജൻസി അവിടെ ഉണ്ടായത്? എന്ത് എമർജൻസി? അതും നിയമവിരുദ്ധമായി ചെയ്യാനായിട്ട്. അപ്പോൾ ഈ തീരുമാനം തികച്ചും നിയമവിരുദ്ധമാണ്. ഈ തീരുമാനം ക്ഷേത്രത്തിന്റെ താല്പര്യത്തിനെതിരാണ്. അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 5 കോടി രൂപ അങ്ങോട്ട് കൊടുത്തു, മഹാമാരിയുടെ പേരിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ ദേവസ്വം ബോർഡിന് താല്പര്യമുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വിജയകുമാറെ. നിങ്ങൾ ഭക്തജനങ്ങളോട് ആവശ്യപ്പെടുക, ഇതാ മഹാമാരി വന്നിരിക്കുന്നു, ദേവസ്വം ബോർഡിന് ഇതേപോലെ സർക്കാരിനെ ജനങ്ങളെയും സഹായിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന അക്കൗണ്ടിലേക്ക് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഈ അക്കൗണ്ടിലേക്ക് ഗുരുവായൂരിന്റെ ഭക്തജനങ്ങള്, ഗുരുവായൂരപ്പന്റെ ഭക്തന്മാര്, ക്ഷേത്രവിശ്വാസികള് പണം സംഭാവന ചെയ്യുക, ഞങ്ങൾ ആ പണം സർക്കാരിന് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്തോ? അത് തെറ്റെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇവിടെ ക്ഷേത്ര സ്വത്ത്, ക്ഷേത്ര ഫണ്ട്, അത് പലിശയായാലും പലിശയുടെ പലിശയായാലും അതൊക്കെ ക്ഷേത്ര സ്വത്താണ് വിജയകുമാറെ. അതെടുത്ത് അങ്ങനെ യഥേഷ്ടം വിനിയോഗിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല. അതാദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കില്ലാത്ത അവകാശം ഉണ്ട് എന്ന് നിങ്ങൾ ധരിച്ചുകൊണ്ട് ധിക്കാരപൂർവ്വം ധാർഷ്ട്യത്തോടെ നിങ്ങൾ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ ഭക്തജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ക്ഷേത്ര സ്വത്തുക്കൾ ഇങ്ങനെ അന്യാധീനപ്പെടുത്താൻ നിങ്ങൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഗുരുവായൂർ ദേവസ്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഭരണസമിതി, ഇടതുപക്ഷ സർക്കാർ നോമിനേറ്റ് ചെയ്ത ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? മലപ്പുറം ജില്ലയിലാണ് 1000-ഓളം പശുക്കളെ താമസിപ്പിക്കുന്ന വേങ്ങാട് ഗോശാല. മലപ്പുറം ജില്ലയിലെ വേങ്ങാട് പോയിട്ട് ആ ഗോശാല മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആ ഗോശാല തൃശ്ശൂരിലേക്ക് മാറ്റണം നിങ്ങൾ തീരുമാനിക്കുകയാണ്. എന്നിട്ട് 250 കോടി രൂപ എസ്റ്റിമേഷൻ തയ്യാറാക്കി. എന്തിന്? തൃശ്ശൂർ ജില്ലയിൽ 50 ഏക്കർ ഭൂമി കണ്ടെത്താൻ. മലപ്പുറം ജില്ലയിലെ 100 ഏക്കർ ഭൂമിയിൽ 5 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു, പലരും കയ്യേറി. അത് ദേവസ്വം തന്നെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, ദേവസ്വത്തിന്റെ ഫൈൻഡിങ്ങിലുണ്ട് 5 ഏക്കർ അന്യാധീനപ്പെട്ടു എന്ന്. ആ ഭൂമി തിരിച്ചു പിടിക്കാൻ ദേവസ്വം ശ്രമിച്ചിട്ടില്ല. അത് കൂടാതെ 50 ഏക്കർ ഭൂമി തൃശ്ശൂർ ജില്ലയിൽ കണ്ടെത്താൻ 250 കോടി രൂപ എസ്റ്റിമേഷൻ തയ്യാറാക്കി. പക്ഷെ അത് വിവാദമാകുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആദ്യം ശ്രമിച്ചത് ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനാ. നിങ്ങളുടെ ഭരണസമിതി, ശ്രീ മോഹൻദാസിന്റെ ഭരണസമിതി, നിങ്ങൾ നേരത്തെ പുകഴ്ത്തി പറഞ്ഞ ആ മോഹൻദാസിന്റെ ഭരണസമിതി ആദ്യം ശ്രമിച്ചത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനാണ്. പക്ഷെ അവിടുത്തെ ഭക്തജനങ്ങളും സംഘടനകളും ശക്തമായി എതിർത്തപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു. ഇതെല്ലാം ഗുരുവായൂരുകാരോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇത് മാത്രമല്ല, ഇവിടെ ഗുരുവായൂരിലെ ജീവനക്കാര്, നിങ്ങൾക്കറിയോ, ഗുരുവായൂരിലെ ഈ പറയുന്ന ചെയർമാനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓഫീസിലെ കമ്പ്യൂട്ടർ ദുരുപയോഗം ചെയ്തുകൊണ്ട് CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്ക് ചെയർമാനെതിരെ ഒരു മെയിൽ അയച്ചു, ഒരു പരാതി. ഇത് ദേവസ്വത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്നാണ് അയച്ചത് എന്ന് മനസ്സിലാവുകയും അയച്ച ഈ ജീവനക്കാർക്കെതിരെ പരാതി വരികയും ചെയ്തു. പരാതിക്ക് തെളിവെടുപ്പ് വന്നു. തെളിവെടുപ്പ് വന്നപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റി. അവിടെ
ജീവനക്കാർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു, ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റി. അപ്പൊ ഹാർഡ് ഡിസ്ക് ഇവർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അടുത്ത പരാതി വന്നു. എന്താ സംഭവം എന്നറിയോ? ഈ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഈ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഈ ജീവനക്കാർക്ക് വേണ്ടി സമരം ചെയ്യാൻ രംഗത്ത് വന്നത് ഇന്നലെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ജീവനക്കാരുടെ പ്രതിനിധി പ്രശാന്താണ്. അതായത് ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റി മോഷണ കേസിൽ പ്രതികളായ ജീവനക്കാർക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്ററെ ഖൊരാവോ ചെയ്തതും ആ അഡ്മിനിസ്ട്രേറ്ററെ തടവിലാക്കിയതും ഒക്കെ ഈ കമ്മിറ്റി മെമ്പർ പ്രശാന്താണ്. ഒടുവില് ഒത്തുതീർപ്പായി ജീവനക്കാരെ തിരിച്ചെടുത്തപ്പോൾ കൂട്ടത്തിൽ ഒരാളെ കൂടി തിരിച്ചെടുത്തു. ആ ആള് കോൺഗ്രസിന്റെ പഴയ കമ്മിറ്റിയിലെ ജീവനക്കാരുടെ പ്രതിനിധിയായ രാജുവാണ്. രാജു സസ്പെൻഷനിലായിരുന്നു. സസ്പെൻഷനിലാവാൻ കാരണം എന്താണെന്നറിയാമോ? രാജു ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷനിലായത്. രാജു ഇതിനകം പല സസ്പെൻഷനും നേരിട്ട ആളാണ്. പക്ഷെ കോൺഗ്രസ് വരുന്ന സമയത്ത് രാജു എക്കാലവും ജീവനക്കാരുടെ പ്രതിനിധിയായിട്ടുണ്ടാകും. രാജു ഇപ്പൊ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്തിന്റെ പേരിലാണെന്ന് അറിയാമോ? രാജു അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇലക്ട്രിക്കൽ സെക്ഷനിൽ വേണ്ടത്ര ക്വാളിഫിക്കേഷൻ ഇല്ലാതെയാണ് നാളിത്രയും ജോലി ചെയ്തത്. ഇപ്പോ മുൻകാല പ്രാബല്യത്തിലൂടെ രാജുവിനെ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് തരം താഴ്ത്തിയിരിക്കുക. അപ്പോ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അനിയൻ ഭാവ ചേട്ടൻ ഭാവ കളിച്ച് ഈ ക്ഷേത്രത്തെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുക. ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം കരിവന്നൂർ കുടിവെള്ള പദ്ധതിയുണ്ട്. ഗുരുവായൂരിന്റെ കരിവന്നൂർ കുടിവെള്ള പദ്ധതി. ആ കരിവന്നൂർ കുടിവെള്ള പദ്ധതിക്ക് മുനിസിപ്പാലിറ്റി നൽകേണ്ട വിഹിതം ആരാ കൊടുക്കുന്നേ? ഗുരുവായൂർ ദേവസ്വം കൊടുക്കണം. ഗുരുവായൂർ ദേവസ്വം കൊടുപ്പിച്ചു. 1.5 ഏക്കർ ഭൂമി KSEBിയുടെ സബ്സ്റ്റേഷന് വേണ്ടി ഗുരുവായൂർ ദേവസ്വം വിട്ടുകൊടുത്തിട്ടുണ്ട്. 99 വർഷക്കാലത്തേക്ക് ആ പാട്ടത്തിന് കൊടുത്തിരിക്കണേ. പ്രതിവർഷം 1000 രൂപയാണ് പാട്ടം. 1000 രൂപ 99 വർഷക്കാലത്തേക്ക്. 99 വർഷം കഴിഞ്ഞാൽ ഈ ഭൂമി ദേവസ്വത്തിന് തിരിച്ചു കിട്ടുമോ? കിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അനുഭവം. കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. കുടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കേസ് നടത്തിയവരാ ഞങ്ങള്. കുടൽമാണിക്യം ക്ഷേത്രം പാട്ടത്തിന് കൊടുത്ത ഭൂമിയിൽ ഇപ്പോഴും സർക്കാർ ഓഫീസ് ഇരിക്കുക, വിട്ടുകൊടുക്കുന്നില്ല. ആ കേസ് നടത്തിയവരാ ഞങ്ങള്. ഞങ്ങളുടെ അനുഭവം വെച്ചാൽ ഞങ്ങൾ ഈ പറയുന്നേ. അപ്പോ ഈ ക്ഷേത്രത്തിന്റെ ഭൂമി ഇങ്ങനെ അന്യാധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷന് സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അവിടെ 30 വർഷത്തേക്ക് ആണ് ലീസിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഭരണസമിതി കൊടുത്തിരിക്കുന്നതാ. ആ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ക്ഷേത്രത്തിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണോ? KSEBിയുടെ സബ്സ്റ്റേഷൻ ക്ഷേത്രത്തിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണോ? അതേപോലെ ഗുരുവായൂർ കുടിവെള്ള പദ്ധതി ക്ഷേത്രത്തിന് വേണ്ടി മാത്രമാണോ? അല്ല, അവിടുത്തെ പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ ലോഡ്ജുകള്, ഹോട്ടലുകള്, അങ്ങനെ റെസ്റ്റോറന്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ ഒക്കെ പണം ഗുരുവായൂർ ദേവസ്വത്തിന് കൊടുക്കണം എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ അവിടെ പോകുന്നത്. ഇവിടെ ഗുരുവായൂർ ദേവസ്വം പോലുള്ള ദേവസ്വം കറവ പശുവിനെ പോലെയാണ് കണക്കാക്കുന്നത്. കൊള്ളയടിക്കുകയാണ്. നിങ്ങളെ പോലുള്ള ഭരണസമിതികൾ കയറിയിട്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ ഫണ്ട് കൊള്ളയടിച്ച് ഇങ്ങനെ പൊതുമുതലാക്കി മാറ്റാനുള്ള ശ്രമമാണ്. ഇന്നിപ്പോ ഗുരുവായൂർ ദേവസ്വം 5 കോടി രൂപ കൊടുത്തു. നാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലെ പണം ഞങ്ങൾക്ക് വേണം, മഹാമാരി വന്നിരിക്കുന്നു, മഹാവ്യാധി പടർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലെ പണം ലക്ഷ്യമിട്ടാണ് നിങ്ങളൊക്കെ നീങ്ങുന്നത്. ഇത് തിരിച്ചറിയാനാവാത്ത മണ്ടന്മാരല്ല കേരളത്തിലെ ഹിന്ദുക്കൾ. അതുകൊണ്ട് ഇത് നടക്കാൻ പോകുന്നില്ല. ഇതിനെ നിയമപരമായി ഞങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞു. നമുക്ക് നിയമപരമായ പോരാട്ടം നടത്തും. ഹിന്ദു ഐക്യവേദി ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പാകെ തന്നെ ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് കൃത്യമായി അവരുടെ ചുമതല നിർവഹിച്ചില്ലെങ്കിൽ, ആ ചുമതലക്കനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ ദേവസ്വം ബോർഡുകളുടെ ഈ കെടുകാര്യസ്ഥിതിക്കും ധൂർത്തിനും അഴിമതിക്കുമെതിരായി, ക്ഷേത്രവിരുദ്ധ നിലപാടുകൾക്കെതിരായി ശക്തമായ സമരപരിപാടികൾക്കാണ് ഹിന്ദു ഐക്യവേദി നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. ശ്രീ വിജയകുമാർ, ഒട്ടേറെ കേസുകളുടെയും ഒക്കെ തന്നെ വിധികളുടെയും ഒക്കെ തന്നെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ ഒട്ടേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനോടൊപ്പം ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ശ്രീ N. ഭാസ്കരൻ നായർ പ്രസിഡൻ്റായിരുന്നപ്പോൾ അടൂർ കുഞ്ഞിരാമൻ, KV ശ്രീധരൻ തുടങ്ങിയവരൊക്കെ തന്നെ അംഗങ്ങളായിരുന്ന സമയത്തും ഇത്തരത്തിൽ ക്ഷേത്ര ഫണ്ട് സംഭാവന നൽകിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് കോടതി വിധി വരികയുണ്ടായി. ഇവരിൽ നിന്നും, ഇവരുടെ കുടുംബസ്വത്തിൽ നിന്നും തിരികെ പിടിക്കുക എന്നുള്ള വളരെ സുപ്രധാനമായ കോടതി വിധി. അപ്പോൾ ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല, നിങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് ഒരു ഇടത് നയത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളതാണ് പലരും സംശയം പ്രകടിപ്പിക്കുന്നത്. ക്ഷേത്ര സ്വത്ത് അന്യാധീനപ്പെട്ടു പോയാൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ ക്ഷേത്ര ഫണ്ട് വകമാറ്റി ചെലവഴിക്കുക, സർക്കാരിലേക്ക് കൊടുക്കുക, അങ്ങനെ തോന്നിയതുപോലെ
കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ക്ഷേത്രങ്ങളെ തകർക്കുക, അല്ലെങ്കിൽ പിന്നീട് ഈ പണമെല്ലാം ഇല്ലാതാകുമ്പോൾ പിന്നീട് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി പറയുകയാണ് എന്നുണ്ടെങ്കിൽ കാണിക്കയിടാതിരിക്കുന്നു എങ്കിൽ നിങ്ങളെക്കാളൊക്കെ തന്നെ അവർ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവരാണ് എന്ന് കരുതിക്കൂടെ? അപ്പോൾ അത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ, സർക്കാരിൻ്റെ ചെയ്തികളാണ് ആ വരുമാനത്തിലെ കുറവ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും സർക്കാരിനും അവരുടെ പ്രതിനിധികളും അവർക്കൊപ്പം നിൽക്കുന്നവരും എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ നിയമപരമായി തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയും അതിന് മറ്റൊരു മുഖം നൽകി വാദിക്കുകയുമല്ലേ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മഹാമാരി ലോകത്തെ ആകെ വിഴുങ്ങുമ്പോൾ ഈ മഹാമാരി എങ്ങനെ നേരിടാമെന്ന് സമസ്ത ജനവിഭാഗം, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനൊന്നുമില്ല, മനുഷ്യരെയാണ് ഇത് ബാധിക്കുന്നത്. ശ്രീ വിജയകുമാർ, എല്ലാത്തിനും ഇത്തരത്തിൽ മഹാമാരിയെ ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ധൂർത്ത് ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകുമോ? എത്രയോ പണം ചെലവാക്കുന്നു, അതൊക്കെ മാറ്റിവെക്കാൻ പറ്റുമോ? തയ്യാറാണോ? ജനം ഒറ്റക്കെട്ടായി. അതല്ല, ഒരേ ഒരു ചോദ്യം ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് എന്നും വേണ്ട, ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ധൂർത്ത് ഒഴിവാക്കാൻ തയ്യാറാണോ? എത്രയോ തസ്തികകൾ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം സർക്കാരിൻ്റെതാണ്, ജനങ്ങളുടെ പണമാണ് ഇവിടെ ഇത്തരത്തിൽ നടത്തുന്നില്ല. സർക്കാർ വളരെ കൃത്യമായി അതിന് നിയമമനുസരിച്ച് തന്നെയാണ് നടത്തുന്നത്. സർക്കാർ ദൂർത്ത് നടത്തുന്ന ആരാ പറയുന്നത്? ശ്രീ വിജയകുമാർ, കണ്ണടച്ചിരുട്ടാക്കരുത്. എത്രയോ കാര്യങ്ങൾ, എത്രയോ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പുകമറ സൃഷ്ടിക്കരുത്. ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഇവിടെ പുകമറ സൃഷ്ടിക്കുകയാണ് നിങ്ങൾ. ഈ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് PSC നടത്തുമ്പോൾ ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റ് നടത്തിയവർക്ക് നിയമനം കൊടുക്കാനുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ബാധ്യതയാണ്. അതിൽ ഒരു ഉദ്യോഗാർത്ഥി കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി പറയും നിയമനം കൊടുക്കാൻ പറയും. അഡ്വൈസ് PSC അയച്ചു കഴിഞ്ഞാൽ നിയമനം കൊടുത്തേ പറ്റൂ. അത് ദേവസ്വം ബോർഡിൻ്റെ ബാധ്യതയാണ്. പക്ഷേ ഈ അസാധാരണ ഘട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരല്പം നിങ്ങൾക്ക് അത് മാറ്റി വയ്ക്കാൻ പാടില്ല. ഇവിടെ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞോട്ട്. പറയൂ. ഇവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് 5 കോടി രൂപ കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. ശ്രീ അഡ്വക്കേറ്റ് മോഹൻദാസ് അധികാരത്തിൽ വരുമ്പോൾ, 20 മാസക്കാലത്തിന് മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ, അന്നത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ വരുമാനം 1253 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് 265 കോടി രൂപ കൂടെ ചേർത്തുകൊണ്ട് 1518 രൂപയുടെ സ്ഥിര നിക്ഷേപം നടത്തിയ അഡ്വക്കേറ്റ് മോഹൻദാസ് മോശക്കാരനാണെന്ന് പറയുക. അത് അഡ്വക്കേറ്റ് മോഹൻദാസ് മോശക്കാരനാണെന്ന് പറയുക. ആ പണത്തു നിന്നും 10 കോടി രൂപ പലിശ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു മഹാമാരി വന്നു കഴിഞ്ഞാൽ ആ മഹാമാരിയെ ചെറുക്കുന്നതിന് വേണ്ടി ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആളുകളെ എതിർക്കുക. മാനവധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മമല്ലേ? ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഈ മഹാമാരിയെ തുരത്തുന്നതിന് വേണ്ടി ഈ 5 കോടി രൂപ കേരളത്തിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി. പക്ഷേ ഇത് നിയമപരമായി ഇതിനെതിരെ പോവുകയാണെങ്കിൽ ഉത്തരം പറയേണ്ടി വരും ശ്രീ വിജയകുമാർ. അത് പൊക്കോട്ടെ. പ്രളയകാലത്ത് കൊടുത്തല്ലോ. അപ്പോൾ നിയമത്തിനെതിരെ ഈ ദേവസ്വം ഫണ്ടിങ്ങിന് വക മാറ്റാം. പക്ഷേ പ്രളയകാലത്ത് കൊടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്തില്ലല്ലോ. ചോദ്യം ചെയ്തവർ ചോദ്യം ചെയ്യാലോ. പിന്നെ അജയ് തരൂർ നേരത്തെ പറഞ്ഞത് പ്രളയ ഫണ്ട് പുട്ടടിച്ചു. ആരാ പുട്ടടിച്ചത്? വിജയകുമാരെ, ചോദ്യം അല്ല, ഞാൻ പറഞ്ഞോട്ട് അജയ് പ്രളയ ഫണ്ട് ആരാ പുട്ടടിച്ചത്? അജയ് തറയുടെ ആളുകള് 1000 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ എത്ര വീട് വെച്ച് കൊടുത്തു? നിങ്ങളുടേത് ക്ഷേത്രങ്ങളിൽ വേദപഠനം നടത്തണ്ട, ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പഠന ക്ലാസ്സുകൾ നടത്തണ്ട എന്ന് തീരുമാനിച്ചവരാ നിങ്ങൾ ഈ പറയുന്നില്ലേ ലോകാസമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം എന്നുള്ള മഹത്തായ ആദർശമുള്ളവരല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ ഭരണസമിതിയാണ് ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പഠനം വേണ്ട, വേദപഠനം വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇപ്പൊ നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ബഹുമാനപ്പെട്ട മെമ്പർ പരിശോധിക്ക്. ഇപ്പൊ നടക്കുന്നുണ്ടോ? വേദപഠനശാല നടക്കുന്നുണ്ടോ? അതേ ഇപ്പൊ ഞങ്ങൾ ആറ്റിങ്ങൽ ഞങ്ങൾ പഠനശാല തുടങ്ങി.
വയ്ക്കാൻ കൂടാതെ ആറ്റിങ്ങൽ എവിടെയാണ് തുടങ്ങിയത്? ആറ്റിങ്ങൽ എവിടെയാണ് തുടങ്ങിയത്? ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ആറ്റിങ്ങൽ എവിടെയാണ് തുടങ്ങിയത്? ആറ്റിങ്ങൽ കൊട്ടാരം. ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ വേദപഠനം തുടങ്ങിയിട്ടുണ്ട്. വേദപഠനമല്ല, അവിടെ ഈ എന്താണ് തുടങ്ങിയത്? പഞ്ചവാദ്യം, അതുപോലെ വേദപഠനവും പഞ്ചവാദ്യവും രണ്ടും രണ്ടാണ് ശ്രീ വിജയകുമാർ. സമ്മതിക്കുന്നു. ഞങ്ങൾ ഒരു വേദപഠനശാലയെ നിർത്തിയിട്ടില്ല. വേദപഠനശാലകൾ ഇപ്പോൾ ശ്രീ ആർ വി ബാബു ചോദിച്ചത് വേദപഠനത്തിന്റെ കാര്യമാണ്. ഓക്കെ, അവിടെ അങ്ങ് പറഞ്ഞത് പഞ്ചവാദ്യത്തിന്റെയും ഉത്തരം ആറ്റിങ്ങൽ എന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചു. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞത് അങ്ങ് പറഞ്ഞത് നിയമം ചൂണ്ടിക്കാട്ടിയാണ് ഈ നിയമനവുമായി മുന്നോട്ട് പോകുന്നത് എന്ന്. പക്ഷേ അതിനൊപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ചു, ഈ നിയമത്തിൻ്റെ വഴി തന്നെയല്ലേ അടഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിൽ വകമാറ്റി ചെലവഴിക്കാൻ പാടില്ല ഈ ഫണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ നിയമം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വളച്ചൊടിക്കാം എന്നാണോ? ഞങ്ങൾ ഫണ്ട് വകമാറ്റിയില്ലല്ലോ. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. കേരളത്തിലെ ജനം വിലയിരുത്തട്ടെ. ഓക്കെ, അപ്പോൾ അതാണ് ശരിയാണോ എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ഈ മഹാമാരിയെ നേരിടാൻ കേരളത്തിലെ കുട്ടികളടക്കം അവരുടെ കുടുക്കയിൽ നിന്നും ധനസഹായം മുഖ്യമന്ത്രിക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ കൊടുത്തത് ശരി. യെസ്, എന്തായാലും ഇത്തരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കൃത്യമായ ഉത്തരം വേണം. കാരണം ക്ഷേത്രങ്ങൾ എന്തെന്ന് വെച്ചാൽ ഭക്തരുടേതാണ്. ഭക്തർക്ക് അവിടെ പറയുവാൻ അവകാശമുണ്ട്. ഭക്തർക്ക് സംശയം തോന്നുന്ന തരത്തിലേക്ക് ഭരണസമിതി മുന്നോട്ട് പോകുമ്പോഴാണ് ചോദ്യങ്ങൾ ഉയരുന്നത്, ആരോപണങ്ങൾ ശക്തമാകുന്നത്, ഉത്തരം കൃത്യമായി പറയാൻ സാധിക്കാതെ വരുന്നതും ജനവികാരം എതിരാകുന്നതും. അപ്പോൾ പിന്നീട് പരിതപിച്ചിട്ട് കാര്യമില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇവിടെ ഈ അസാധാരണ കാലഘട്ടത്തിൽ നിയമനവുമായി മുന്നോട്ട് പോകുന്നതിനെ മാത്രമാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഈ സാമ്പത്തിക പ്രതിസന്ധി ദേവസ്വം ബോർഡ് നേരിടുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ചോദ്യം. അല്ലാതെ ഉദ്യോഗാർത്ഥികളെ ആരെയും ഇവിടെ കുറ്റം പറയുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ നിയമനവുമായി മുന്നോട്ട് പോകുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ഒട്ടേറെ ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉയരുകയാണ്. സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു, ഒപ്പം തന്നെ ഇഷ്ടക്കാരെ ഉള്ളിൽ കയറ്റുന്നു എന്നുള്ള ആരോപണം ഇപ്പോഴും ശക്തമായി നിലകൊള്ളുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ചില ഇടപെടലുകളൊക്കെ തന്നെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഫണ്ട് സർക്കാരിന് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും അതിന് ന്യായീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ജനങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത്, നിയമപരമായി തെറ്റായ ഒരു കാര്യം ചെയ്തതിന് ശേഷവും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ വിജയകുമാർ, ദേവസ്വം ബോർഡ് അംഗം, ഒപ്പം മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ, കോൺഗ്രസ് നേതാവും ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ ശ്രീ അജയ് തറയിൽ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു, എല്ലാവർക്കും നന്ദി. ജനറൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.